ചെകുത്താൻ. ചെകുത്താനെ ഫേമസ് ആക്കിയതോ നമ്മുടെ തിരുവല്ല പോലീസും. എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഭരണഘടന നൽകിയിട്ടുള്ള ഒന്നാണ് അഭിപ്രായ സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 19 1A ഇത് പ്രകാരം എല്ലാ പൗരന്മാർക്കും സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ ഒരാളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ലേ? ഇനി നമുക്ക് ചെകുത്താനിലേക്ക് വരാം. ഇനി കാശ് കൊടുക്കാനാണ് ഇഷ്ടംപോലെ സിനിമാന്മാർ കൊടുത്തിട്ടുണ്ട്. ഈ ഇങ്ങനെയുള്ളവന്റെ ഒന്നും കാശ് മേടിക്കരുത്. അങ്ങനെയാണ് അത്രയും ടൈം വേസ്റ്റ് ആക്കാനും വേണ്ടും എന്ത് മൈര ഇയാൾ അവിടെ പോയി പറഞ്ഞതെന്നൊന്ന് പറയിക്കാവോ ഇയാളെ കൊണ്ട്? ചെകുത്താനെതിരെ വകുപ്പും ചേർത്ത് അറസ്റ്റിലാക്കുന്നു. മൈക്ക് പിടിച്ചെടുക്കുന്നു, ലാപ്ടോപ്പ് എടുത്തോണ്ട് പോകുന്നു, ഗിംബൽ എടുത്തോണ്ട് പോകുന്നു. എന്തൊക്കെ പുകിലായിരുന്നു പോലീസ് ഏമാമാര്. ചെകുത്താനെതിരെ അറസ്റ്റും റിമാൻഡും പിടിച്ചെടുക്കലും എല്ലാം എന്തിനായിരുന്നു? എന്താ എതിർഭാഗത്ത് മോഹൻലാൽ ആയതുകൊണ്ടാണോ ഇത്രയും ശുഷ്കാന്തി? ഞാൻ മാത്രമല്ല അവരെല്ലാവരും. ഇങ്ങനെ ചോദിച്ചാൽ എങ്ങനെയാല്ലേ? അത് തന്നെയാണ് സത്യം. ഇവിടെയാണ് ഒരു തിരുത്തുള്ളത്. തന്നെ അപകീർത്തിപ്പെടുത്തിയെന്ന് പറഞ്ഞ് കോടതിയിലായിരുന്നു മോഹൻലാൽ ഡിഫമേഷൻ കേസ് കൊടുക്കേണ്ടിയിരുന്നത്. നിരവധി യൂട്യൂബേഴ്സ് കാരണം ആത്മഹത്യയുടെ വക്കിലെത്തിയ ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ പരാതികളെല്ലാം ഞങ്ങൾക്കിതിന് വകുപ്പില്ല, നിങ്ങൾ കോടതിയിൽ പോകണം എന്ന് ആവശ്യപ്പെടുന്ന പോലീസ് തന്നെ മോഹൻലാൽ ആയതുകൊണ്ട് മാത്രം നിങ്ങൾക്കില്ല എന്ന് നിങ്ങൾ സാധാരണക്കാരോട് പറയുന്ന വകുപ്പ് എന്തിനുപയോഗിക്കുന്നു? സാധാരണക്കാരായ ജനങ്ങൾക്ക് കൂടെ വേണ്ടി പ്രവർത്തിക്കേണ്ടവർ മുഖം നോക്കി പ്രവർത്തിക്കുന്ന ലജ്ജാവഹമാണ്. സാധാരണക്കാരായ ജനങ്ങൾക്കില്ലാത്ത എന്ത് നീതിയാണ് മോഹൻലാലിന് മാത്രം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. നിരവധി യൂട്യൂബേഴ്സിനെതിരെ അടൂരിൽ പ്രവർത്തിക്കുന്ന ഒലിവിയ എന്ന സ്ഥാപനം പോലീസിനെ സമീപിച്ചപ്പോൾ പോലീസ് പറഞ്ഞത് ഈ വിഷയത്തെ ഞങ്ങൾ പോലീസിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും കോടതിയെ സമീപിക്കാനും ആയിരുന്നു. അവർക്കെതിരെ 1200ഓളം വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ഇടുകയും അവരുടെ വീട്ടുമുറ്റത്ത് ചെന്ന് അവരെ അപമാനിച്ചിട്ടും വ്യക്തിഹത്യ ചെയ്തിട്ടും അവർ ആത്മഹത്യയുടെ വക്കിലെത്തിയിട്ടും അവരെ പോലീസ് സഹായിച്ചില്ല. എന്നാൽ തിരുവല്ല പോലീസിന് ഇത് ബാധകമല്ലെന്ന് തോന്നുന്നു. കാരണം സിദ്ദിഖ് മോഹൻലാലിന് വേണ്ടി പരാതി കൊടുത്തപ്പോൾ സഡൻ ആക്ഷൻ എടുത്തു. ഒരുപാട് സാധാരണക്കാരുടെ അവസ്ഥ തന്നെയാണിത്. ഒരു യൂട്യൂബറിനെതിരെ ഈ ഒലിവിയയ്ക്ക് വേണ്ടിയോ മറ്റു സാധാരണക്കാർക്ക് വേണ്ടിയോ പോലീസ് യാതൊരുവിധ നടപടിയും എടുക്കാൻ തയ്യാറായില്ല. ആരുടെയും മൈക്കും വേണ്ട, ക്യാമറയും വേണ്ട. ഇതുപോലെ നിരവധി കേസുകൾ പുറം ലോകം അറിയാതെയുണ്ട്. ചെകുത്താനെതിരെ ചാർത്തിയിട്ടുള്ള വകുപ്പുകളിൽ KP ആക്ട് 120O എന്ന വകുപ്പ് നോയിസൻസിനെതിരെ ചാർത്തുന്നതാണ്. പിന്നെയുള്ളത് 296B. അത് BNSൽ പരസ്യമായി അശ്ലീല വാക്കുകൾ, പാട്ടുകൾ എന്നിവയ്ക്കെതിരെയുള്ള വകുപ്പാണ്. 192 എന്ന് പറയുന്ന മൂന്നാമത്തെ വകുപ്പ് പ്രകോപനപരമായി സംസാരിച്ച് ലഹളയുണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടുകൂടി ചെയ്തത് എന്നതാണ്. ഇതിൻ്റെ മാക്സിമം ശിക്ഷ 6 മാസം തടവും പിഴയും, 3 മാസം തടവും പിഴയും, 1 വർഷം തടവും പിഴയുമാണ്. ഈ വകുപ്പുകൾ പ്രകാരം നോട്ടീസ് കൊടുത്ത് BNSS 35(3) പ്രകാരം സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി വേണമെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 2014 ജൂലൈ 2 അർണേഷ് കുമാർ ജഡ്ജ്മെൻ്റ് അനുസരിച്ച് സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വിട്ടയക്കുകയായിരുന്നു. ഇത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശമാണ്. അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇവിടെ ചെകുത്താൻ കണ്ടംപ്റ്റും പരാതിയുമായി മുന്നോട്ടു പോയാൽ പോലീസ് ഉദ്യോഗസ്ഥർ ബുദ്ധിമുട്ടിലാവും. സുപ്രീം കോടതിയുടെ ഈ അർണേഷ് കുമാർ ജഡ്ജ്മെൻറ്റ് ലംഘിച്ചതിന് മറ്റ് പല സംസ്ഥാനങ്ങളിലും പോലീസ് ഉദ്യോഗസ്ഥർക്ക് എതിരെ അച്ചടക്ക നടപടി എടുത്തിട്ടുണ്ട്. ജുഡീഷ്യൽ ഓഫീസേഴ്സിനെ റീട്രെയിനിങ്ങിന് അയച്ചിട്ടുമുണ്ട്.